നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതൃസ്നേഹത്തിൻ്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി. നിത്യമായ സത്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് മാതൃത്വം. ഒരു ദിനം കൊണ്ടല്ല, ഒരു യുഗം കൊണ്ടുപോലും നിർവചിക്കാനാവാത്ത പൊക്കിൾക്കൊടി ബന്ധം. ഭൂമിയിലെ മാലാഖമാർക്ക് ആശംസകൾ. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു. കയർ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും ആഞ്ചലോസ്. വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാസുഹൃതഹവന യജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഹരിദ്വാറിലെ സ്വാമി കൈലാസാനന്ദ ഗിരിയുടെ നേതൃത്വത്തിലാണ് 4 നാൾ നീണ്ട മഹാസുഹൃതഹവന യജ്ഞം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിൽ H1N1 പനി പടരുന്നതായി റിപ്പോർട്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ 10ഓളം പേർക്ക് പനി ബാധിച്ചു. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. മാതൃത്വത്തിൻ്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി. നിത്യമായ സത്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് മാതൃത്വം. ഒരു ദിനം കൊണ്ടല്ല, ഒരു യുഗം കൊണ്ടുപോലും നിർവചിക്കാനാവാത്ത മഹത്തായ സത്യമാണ് പൊക്കിൾക്കൊടി ബന്ധം. ഘടികാരചക്രങ്ങൾ പുലർകാലമറിയിച്ച നേരത്തുണർന്നിരുന്നമ്മ. തൂമഞ്ഞു തുള്ളികളെ വെയിൽ കോരി മാറ്റിയതറിഞ്ഞിരുന്നെന്നുമെന്നമ്മ. മാതൃസ്നേഹത്തിൻ്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി. അമ്മ എന്ന മഹാസത്യം ഓർമ്മപ്പെടുത്തിയാണ് ലോകം മാതൃദിനം ആചരിക്കുന്നത്. ജന്മം മുഴുവൻ മക്കൾക്കായി സമർപ്പിക്കുന്ന അമ്മമാർ. ജീവിത ദുരിതത്തിലും കഷ്ടപ്പാടിലും പ്രതിസന്ധിയിലും മക്കളെ ചേർത്ത് പിടിച്ച വാത്സല്യത്തിൻ്റെ മധുരം പങ്കുവയ്ക്കുന്നവർ. ഓരോ മക്കൾക്കും അവരുടെ ഏറ്റവും വലിയ കരുത്താവുന്നത് അമ്മമാരാണ്. പൊക്കിൾക്കൊടി മുതൽ അവസാന ശ്വാസം വരെ തണലായി നിൽക്കുന്ന അമ്മമാർ. അവരുടെ ദിനമാണ് മാതൃദിനം. ഓമനത്തിങ്ങൾക്കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ അടിത്തറയും മാതൃസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അമ്മയില്ലാതെ നമ്മളില്ല, ലോകത്ത് ഒരു ജീവജാലങ്ങളുമില്ല. മക്കൾക്ക് ജീവനും ജീവിതവും സമർപ്പിക്കുന്ന അമ്മ മനസ്സിൻ്റെ പുണ്യം അനിർവചനീയമാണ്. പ്രായത്തിനും കാലഭേദങ്ങൾക്കും അപ്പുറമുള്ള ജന്മാന്തര സുഹൃതത്തിൻ്റെ ആത്മഹർഷം. ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ഇടയിലുള്ള ഇഴപിരിയാത്ത പുണ്യം. അതാണ് സർവം സഹയായ മാതൃത്വം. മറഞ്ഞുപോയാലും മനസ്സിൽ മായാത്ത മുദ്രയായി ജ്വലിച്ചു നിൽക്കുന്ന ലോകസത്യം. മാതൃദിനാശംസ. ഭൂമിയിലെ മാലാഖമാർക്ക് ആശംസകൾ. വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി നഴ്സുമാർ അണിനിരന്നു. ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് KK ജയ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വഴിച്ചേരി സെൻറ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ADM സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഴ്സസ് അവാർഡ് ദാനവും ADM നിർവഹിച്ചു. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ T ബിനോയ് അധ്യക്ഷനായി. ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AT സുലേഖ, മെഡിക്കൽ കോളേജ് ചീഫ് നഴ്സിംഗ് ഓഫീസർ MA ബിന്ദു, ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ T മാത്യു, ഡോക്ടർ സാബു സുഗതൻ, പ്രൊഫസർ റൂബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റും CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് XMP. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും ആഞ്ചലോസ് മുഹമ്മദ് പറഞ്ഞു. സുപ്രീം കോടതിയുടെ മുകളിലാണ് പാർലമെൻറ്റ്. നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് സുപ്രീം കോടതി വിധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമമുണ്ടാക്കി. ചീഫ് ജസ്റ്റിസ് ഉണ്ടാകണം എന്നുള്ളത് മാറ്റി പ്രധാനമന്ത്രിയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരാളുണ്ടാകണം എന്ന തീരുമാനമെടുത്ത് വന്നപ്പോഴേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത്. അവരിഷ്ടപ്പെട്ട രീതിയിലാണ് ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
പരാതികളൊന്നും അവർ പരിഗണിക്കത്തില്ല. പരാതികളൊന്നും അവരുടെ മുമ്പിൽ പ്രശ്നങ്ങളല്ല. പക്ഷേ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഭരണവർഗത്തിൻ്റെ അടിമകളായി ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഭരണത്തിൽ തൊഴിലാളി പങ്കാളിത്തം വഹിക്കുക എന്നുള്ള നിലവാരത്തിലേക്ക് അത് മാറിത്തീരുകയുണ്ടായി. അത് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ അതിശക്തമായി വ്യാപിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സംഘടനകളുടെ ആവശ്യങ്ങളില്ല. എന്നാൽ തൊഴിലാളികൾക്ക് സംഘടന വേണ്ട എന്ന് പറയുന്ന മുതലാളിമാർക്ക് അസോച്ചം, ഫിക്കി അങ്ങനെയുള്ള ദേശീയാടിസ്ഥാനത്തുള്ള സംഘടനകളുണ്ട്, സാർവദേശീയ അടിസ്ഥാനത്തുള്ള കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ കയർ മേഖലയിൽ നമ്മളറിയാമല്ലോ, ഇവിടെ നമ്മുടെ ഇടയ്ക്ക് മായിത്തറയിൽ സമരം സംഘടിപ്പിക്കാൻ പോകും. കയർ മുതലാളിമാരുടെ സംഘടനകളാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അവർക്ക് സംഘടനകളുണ്ട്. കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ താൽപ്പര്യത്തിന് മുകളിലല്ല മറ്റ് താൽപ്പര്യങ്ങൾ. സർക്കാരിൻ്റെയും മുതലാളിമാരുടെയും താൽപ്പര്യങ്ങൾക്ക് ഉപരിയാണ് തൊഴിലാളികളുടെ താൽപ്പര്യമെന്ന് ആഞ്ചലോസ് പറഞ്ഞു. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി AITUC മുന്നോട്ട് പോകുമെന്നും ആഞ്ചലോസ് പറഞ്ഞു. മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ AITUCയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഞ്ചലോസ്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NB കമലാധരൻ അധ്യക്ഷനായി. കയർ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PV സത്യനേശൻ, AITUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി DP മധു, NS ശിവപ്രസാദ്, അഡ്വക്കേറ്റ് R ജയസിംഹൻ, ജയൻ ചേർത്തല, KB ബിമൽ റോയ്, MD സുധാകരൻ, KB ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. B സുശീലൻ പതാക ഉയർത്തി. ടൈം ന്യൂസ്, മുഹമ്മ. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹാലിളകിയിരിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ CS സുജാത XMB. ആലപ്പുഴയിൽ KR ഗൗരിയമ്മ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുജാത. പ്രിയപ്പെട്ട സഖാവ് KR ഗൗരിയമ്മ വിപ്ലവ കേരളത്തിൻ്റെ വീരപുത്രി എന്ന ആവശ്യത്തോടെ നമ്മൾ പറഞ്ഞിരുന്ന പ്രിയങ്കരിയായ സഖാവ് ഗൗരിയമ്മ ഓർമ്മയായിട്ടിന്ന് 3 വർഷം തികയുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഗൗരിയമ്മ നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും മനസ്സുകൊണ്ടവർ നമ്മുടെ ഭാഗമായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കുകയും CPMൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഗൗരിയമ്മയുടെ ജീവിതം ഗൗരിയമ്മയോടടുത്ത് നിന്ന് ഇടപെടുകയും അതിനവസരം കിട്ടാത്തവർ അവരുടെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 1919 ചേർത്തലയിൽ കടക്കരപ്പള്ളിക്കടുത്തുള്ള ഗ്രാമത്തിൽ ജനിച്ച പ്രിയപ്പെട്ട സഖാവ് ഗൗരിയമ്മയുടെ ജീവിതം ഒരു സംഭവബഹുലം തന്നെയായിരുന്നു. വളരെ സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ഗൗരിയമ്മ അപ്പോഴും അവരുടെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ ജീവിതം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അവരുടെ അച്ഛൻ രാമനും അമ്മ പാർവതിയും അവരുടെ സഹോദരങ്ങളുമൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. ശരിക്കും ഗൗരിയമ്മയുടെ 3ാമത് അനുസ്മരണം നടക്കുന്ന ഈ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. ശരിക്കും നമ്മൾ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിധി എഴുതി കഴിഞ്ഞു. രാജ്യം 3 ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ സമീപനം ഓരോ ദിവസവും കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരുമ്പോൾ ഹാലിളകി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളുമെല്ലാം നമ്മൾ കാണുകയാണ്. കാരണം വീണ്ടും ഒരിക്കൽ കൂടി RSS നയിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം ഇതുപോലെ ഉണ്ടാവില്ല. നമ്മളതുപോലെ വൈവിധ്യം നിറഞ്ഞ നമ്മുടെ രാജ്യത്തെ കൂട്ടരുടെ കൈകളിലേക്ക് വീണ്ടും കൊടുത്താൽ അപകടമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗൗരിയമ്മയെ നമ്മൾ ഓർക്കുന്നത്. ശരിക്കും രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുവാൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ, രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം പതുക്കെയെങ്കിലും നടന്നെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്നത്. 7 ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ രാജ്യം വളരെ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറുമെന്ന പൂർണ്ണമായ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളും പ്രസ്താവനകളും വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് ഹാലിളകിയിരിക്കുകയായിരുന്നുവെന്നാണ്. ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ രാജ്യം ഇതേപോലെ കാണില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് അടിസ്ഥാനം. 1 നൂറ്റാണ്ടുകാലത്തെ ജീവിതം തൊഴിലാളി വർഗത്തിനായി സമർപ്പിച്ച നേതാവായിരുന്നു ഗൗരിയമ്മ. സ്വാതന്ത്ര്യവും മതേതരത്വവും സമത്വവും നിലനിർത്താൻ രാജ്യമാകെ പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിലാണ് ഗൗരിയമ്മയെ അനുസ്മരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ തൊഴിലാളി വർഗത്തിനായി പോരാടിയ ഗൗരിയമ്മയുടെ സ്മരണ വർഗീയതയ്ക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരായ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുമെന്നും സുജാത പറഞ്ഞു. ആലപ്പുഴ വലിയ ചുടുകാട്ടിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി R. നാസർ സ്വാഗതം പറഞ്ഞു. H. സലാം MLA അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AM ആരിഫ് MB, PP ചിത്രഞ്ജൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നടന്നുവന്ന മഹാസുഹൃത ഹവനയജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഹരിദ്വാറിലെ സ്വാമി കൈലാസാനന്ദ ഗിരിയുടെ നേതൃത്വത്തിലാണ് 4 നാൾ നീണ്ടുനിന്ന യജ്ഞം സംഘടിപ്പിച്ചത്. ആയിരത്തി 1982 മുതൽ ലക്ഷ്മിനാരായണ പ്രാർത്ഥനാ സമിതിയായി തുടക്കം കുറിച്ച ക്ഷേത്രത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്ന് വലിയൊരു ക്ഷേത്ര സമുച്ചയമാണ്. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും സർവ്വ ദുരിത നിവാരണത്തിനും പ്രാർത്ഥനയിലൂടെ ഫലസിദ്ധി അറിഞ്ഞ ക്ഷേത്രമാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം. സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന ചടങ്ങുകൾക്ക് ചോറ്റാനിക്കര ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മുരളി നാരായണൻ നമ്പൂതിരി സാന്നിധ്യമേകി. നിരഞ്ജൻ സ്വാമി കൈലാസാനന്ദഗിരിജി മഹാരാജയായിരുന്നു സുഹൃത ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചത്. അശ്വധ്വജായ വിദ്മഹേ വാസഹസ്തായ ധീമഹി തന്നഃ സൂര്യഃ പ്രചോദയാത്. ഞായറാഴ്ച രാവിലെ 5-ന് ഗണപതി ഹോമം, തുടർന്ന് സുഹൃത ഹവനം, ബ്രഹ്മകലശ പൂജ, ത്രികാല പൂജ, ഭഗവത് സേവ, പുഷ്പാർച്ചന, സഹസ്രനാമം, 10-ന് ഉച്ചപൂജ, 11-ന് കൊടിയിറക്ക, ആറാട്ട്, കുന്നിനകം ദേവീക്ഷേത്രത്തിൽ നിന്നും ദേവീദേവന്മാർക്ക് ഉച്ചപൂജ, മഹാ അന്നദാനം എന്നിവ നടന്നു. 2004-ന് ശേഷം മഹാസുഹൃത ഹവനം നടക്കുന്ന ഏക ക്ഷേത്രമാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം. മെയ് 7-ന് ആരംഭിച്ച സുഹൃത ഹോമത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി പ്രത്യേകമായ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, സമ്മേളനങ്ങൾ, ക്ഷേത്രകലകൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി വിവിധ ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വൻ ഭക്തജന ബാഹുല്യം കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഭരണസമിതി ഒരുക്കിയിരുന്നത്. പ്രകാശ് സ്വാമി ക്ഷേത്രം രക്ഷാധികാരിയായും, പ്രജീഷ് പ്രകാശ് മുഖ്യ രക്ഷാധികാരിയായും, N. രാജീവ് ക്ഷേത്രം സെക്രട്ടറിയായും, അഡ്വക്കേറ്റ് PP ബൈജു ക്ഷേത്രം പ്രസിഡന്റായും, V. ഓമനക്കുട്ടൻ ക്ഷേത്രം ഖജാൻജിയായും, രാജു പള്ളിപ്പറമ്പിൽ വൈസ് പ്രസിഡന്റായും, സുരേഷ് താമരച്ചാൽ ജോയിന്റ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ടൈനൂസ്. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. 10,000-കണക്കിന് ഭക്തജനങ്ങൾ വിവിധ ദിവസങ്ങളിലായി കളത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആതിര ദർശനത്തിന് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ ആതിര ദർശനം ഞായറാഴ്ച രാവിലെ 8-ന് ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു.
തിക്കും തിരക്കുമില്ലാതെ ആതിര ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിരുന്നു. തിരുവാതിരകളി, ഭക്തിഘോഷ ലഹരി, പെരുവനം കാർത്തിക് മാരാരുടെ നേതൃത്വത്തിലുള്ള തായമ്പക, കൈകൊട്ടിക്കളി, ആറാട്ട് സദ്യ, ഓട്ടൻതുള്ളൽ എന്നിവ ഉച്ചയ്ക്ക് മുമ്പായി നടന്നു. വൈകിട്ട് 5-നും 6-നും മധ്യയായിരുന്നു കൊടിയിറക്ക്. തുടർന്ന് ആറാട്ടിന് എഴുന്നള്ളിപ്പ്, തിരുവാതിര, കോൽക്കളി, നൃത്തോത്സവം, ആറാട്ട് വിളക്ക്, ആറാട്ട് കാണിക്ക തുടങ്ങിയവയും നടന്നു. വലിയ വിളക്കിനോടനുബന്ധിച്ച് ശനിയാഴ്ച പള്ളിച്ചന്തയിൽ നിന്ന് ഗജവീരന്മാർക്ക് സ്വീകരണവും നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലയിൽ H1N1 പനി പടരുന്നതായി റിപ്പോർട്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ 10 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ജില്ലയിൽ H1N1 പനി ബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ടുകൾ. 2 ആഴ്ചയ്ക്കിടെ 10ഓളം പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ മാസം 7-ന് മാത്രം 3 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. 10-ന് 2 പേർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. നിലവിൽ തൃശൂർ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം H1N1 റിപ്പോർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ശക്തമായ പനി, ജലദോഷം, ശരീരവേദന, തൊണ്ടവേദന, ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ജില്ലയിൽ പക്ഷിപ്പനി കൂടുതലായി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പരിശോധന കൂട്ടിയതാണ് H1N1 കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. 2 രോഗങ്ങളും സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുമായി അടുത്ത് ഇടപഴകുന്നവരെ നിരീക്ഷിക്കുന്നുണ്ട്. ഗർഭിണികൾ, കുട്ടികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പനി പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പനിയുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുന്നത് അപൂർവമാണെങ്കിലും മനുഷ്യരിലേക്ക് പകർന്നാൽ ഗുരുതരമാകുമെന്നതിനാലാണ് പ്രദേശവാസികളിൽ പനിയുള്ളവരെ നിരീക്ഷിക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കനത്ത ചൂടിന് നേരിയ ആശ്വാസവുമായി വേനൽ മഴയെത്തി. എന്നാൽ കുട്ടനാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പെയ്ത മഴ നെൽകർഷകർക്ക് ദുരിതമായി. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം മുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ മഴ പാടത്തെ മുക്കിയതോടെ കർഷകർ വീണ്ടും കണ്ണീരിലായി. ചെന്നിത്തല, മാന്നാർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ നിന്നും ഒരാഴ്ച മുമ്പ് കൊയ്ത നെല്ലാണ് കിഴിവ് കൂടുതൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മില്ലുകാർ എടുക്കാതിരുന്നത്. ഇനി കൂടുതലും കൊയ്ത്ത് നടക്കേണ്ടതും നെല്ല് സംഭരിക്കേണ്ടതും ചെന്നിത്തല പ്രദേശത്താണ്. നെല്ലിൽ 3% വരെ പതിരിൻ്റെ അളവ് അനുവദനീയമാണ്. എന്നാൽ ചെന്നിത്തല പ്രദേശത്ത് കൊയ്തിട്ടിരിക്കുന്ന നെല്ലിൽ 12.83% വരെ പതിര് ആണെന്നാണ് സപ്ലൈകോ അധികാരികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇത് കാരണം മില്ലുകാർ എല്ലാവരും സംഭരണത്തിൽ നിന്നും പിന്മാറിയതായി കത്തു നൽകി. ഇവിടെ 13 ലോഡ് നെല്ലാണ് പല സ്ഥലങ്ങളിലായി കെട്ടിക്കിടക്കുന്നത്. കർഷകരുടെയും പാടശേഖര സമിതിയുടെയും പരാതിയെ തുടർന്ന് ജില്ലാ പാഡി ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും പാടശേഖരത്തെത്തി മില്ലുകാരും കർഷകരുമായി ധാരണയിൽ എത്തിയിട്ട് പോലും മില്ലുകാർ വാക്ക് പാലിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായമായ കിഴിവ് നൽകാമെന്ന് കർഷകർ പറഞ്ഞിട്ടും 10 മുതൽ 15% വരെ കിഴിവ് വേണമെന്നാണ് മില്ലുകാരുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം പതിവിലും വ്യത്യസ്തമായി 1.5 മണിക്കൂറോളം നിന്ന് പെയ്ത മഴ കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് മികവിൻ്റെ ഒരു പൊൻതൂവൽ കൂടി. 25,000 ഡയാലിസിസ് പൂർത്തിയാക്കി. ആശുപത്രിക്ക് അഭിനന്ദന പ്രവാഹം. തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് മികവിൻ്റെ ഒരു പൊൻതൂവൽ കൂടി. 8 വർഷം കൊണ്ട് 25,000 ഡയാലിസിസുകൾ പൂർത്തിയാക്കി. ദിവസേന 30ഓളം പേർക്ക് ഡയാലിസിസ് നൽകുന്ന തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ 25,000 ഡയാലിസിസ് പൂർത്തിയാക്കി. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന തുറവൂർ സ്വദേശി തന്നെയാണ് 25,000 പൂർത്തിയാക്കിയ ഡയാലിസിസിന് വിധേയനായത്. 2016 മെയ് 4-ാം തീയതിയാണ് 5 മെഷീനുകളുമായി ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അരൂരിലെ വ്യവസായികളായ സഹോദരങ്ങളാണ് യൂണിറ്റ് സംഭാവനയായി നൽകിയത്. തുടക്കത്തിൽ 2 ഷിഫ്റ്റുകളിലായി 10 ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയാലിസിസിനായി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ യൂണിറ്റ് വികസിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. അന്ന് അരൂർ MLA ആയിരുന്ന AM ആരിഫിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 2ാം നിലയിലേക്ക് യൂണിറ്റ് മാറ്റി കിഫ്ബി അനുവദിച്ച 10 മെഷീനുകൾ കൂടി സ്ഥാപിച്ച് പുതിയ യൂണിറ്റ് 2022 ജനുവരി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് തുറവൂർ താലൂക്ക് ആശുപത്രി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൂബിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് യൂണിറ്റിൻ്റെ പ്രവർത്തനം. നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയംവദ, സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ സിനിമോൾ,
ശശികല, ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ 8 ഡയാലിസിസ് ടെക്നീഷ്യന്മാരും 2 നഴ്സുമാരുമാണ് ജോലി നോക്കുന്നത്. ജില്ലയിൽ മെഡിക്കൽ കോളേജിന് ശേഷം ആദ്യമായി ഡയാലിസിസ് തുടങ്ങിയ സ്ഥാപനമാണ് തുറവൂർ താലൂക്ക് ആശുപത്രി. ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ യൂണിറ്റാണ് ഇവിടെയുള്ളത്. യൂണിറ്റിന് വേണ്ടി ഒരു മാസം 12 ലക്ഷത്തോളം രൂപ ചിലവാകുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വർഷം തോറും വിവിധ ഫണ്ടുകളിൽ നിന്നും തുക നീക്കിവയ്ക്കുന്നുണ്ട്. കൂടാതെ ആശുപത്രി വികസന സമിതിയുടെ വരുമാനവും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. മികച്ച നേട്ടം കൈവരിച്ചതിന് ആശുപത്രി സൂപ്രണ്ട്, നഴ്സിംഗ് ഓഫീസർമാർ, ഡയാലിസിസ് ടെക്നീഷ്യന്മാർ, അനുബന്ധ ജീവനക്കാർ എന്നിവരെ അരൂർ MLA ദലീമ ജോജോ, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, വൈസ് പ്രസിഡന്റ് R ജീവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സാബു, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. സമൂഹത്തിൽ കൂട്ടായ്മകളുടെ കുറവാണ് കുറ്റകൃത്യങ്ങളുടെ തുടക്കമെന്ന ചേർത്തല DYSP S ഷാജി. കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം ശ്രദ്ധിക്കണമെന്നും S ഷാജി പറഞ്ഞു. ജനമൈത്രി പോലീസും കുടുംബശ്രീയും സംയുക്തമായി മുഹമ്മയിൽ സംഘടിപ്പിച്ച സ്വയം രക്ഷാ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DYSP. ഞാൻ എപ്പോഴും കരുതുന്നത് ഒരു നല്ല സിറ്റുവേഷൻ ഓഫീസറാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇപ്പോൾ ഞാൻ വിഴിഞ്ഞം സമരം സമയത്ത് എൻ്റെ ജൂറിസ്ഡിക്ഷനിലാണ് വിഴിഞ്ഞം. ഞാൻ അവിടുത്തെ ACP ആയിരുന്നു. അപ്പോൾ വിഴിഞ്ഞം സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഴിഞ്ഞം സമരം നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒന്നും ഉണ്ടാകാതെയും വലിയൊരു വിഷയമില്ലാതെയും ആ വിഷയം തീർന്നത്. അവിടെയും സിറ്റുവേഷൻ ഓഫീസറായി. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് വലിയ അവസരങ്ങളൊന്നും ലഭിക്കാതെയും ഒക്കെ വീടിനുള്ളിൽ ചുരുങ്ങേണ്ടിയിരുന്ന ആൾക്കാരൊക്കെ തന്നെ പുറത്തിറങ്ങി നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചത് കുടുംബശ്രീ എന്ന ഒരു മഹാസംഘടനയുടെ വലിയ കൂട്ടായ്മയുടെ വരവോടെയാണ്. ഈ കൂട്ടായ്മകൾ ഇങ്ങനെ കൂടുന്നതിലുള്ള കുറവുകളാണ് നമ്മളെ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഈ വാർഡിന്റെ മെമ്പർ പറഞ്ഞതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്കുള്ള തുടക്കം. അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയായിരിക്കണം. എല്ലാ വെക്കേഷനും നിങ്ങൾ കൂടണം. ഓണം വെക്കേഷനും ക്രിസ്മസിന്റെ വെക്കേഷനും മധ്യവേനൽ വെക്കേഷനും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടണം. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ, കഥകൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ ഉൾപ്പെടെ വിവിധ തലങ്ങളിലെ കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കണം. കൂട്ടായ്മകളുടെ കുറവ് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കും. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണം. വിദേശത്ത് ജോലിയും അഡ്മിഷനും നൽകാമെന്ന് പറഞ്ഞു വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരുടെ കെണിയിൽ വീഴുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ബാങ്കിൽ നിന്നാണെന്ന വ്യാജേന ഫോണിൽ വിളിച്ചും കബളിപ്പിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും DYSP പറഞ്ഞു. മുഹമ്മ പഞ്ചായത്ത് 12ാം വാർഡിൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി കുടുംബശ്രീയും ജനമൈത്രി പോലീസും ചേർന്ന് നടത്തിയ സ്വയം രക്ഷാ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചേർത്തല DYSP S ഷാജി. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും അരക്ഷിതാവസ്ഥയുമാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്ന് ASI സുലേഖ പ്രസാദ് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലെങ്കിലും നിങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറയണില്ല. അവരവരുടെ കുടുംബത്തിലെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും ശ്രദ്ധിക്കുവാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ പ്രദേശത്തുണ്ടാവുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നല്ല സമൂഹം എന്ന് പറഞ്ഞാൽ അത് നല്ല കുടുംബങ്ങൾ ചേരുന്നതാണ്. നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല സമൂഹം ഉണ്ടാവുക. ആ നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാജ്യം ഉണ്ടാവുക, നല്ല ലോകം ഉണ്ടാവുക. നല്ല ലോകം, സുരക്ഷിതമായ ലോകം. അത്തരം ലോകത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, എന്റെ കുട്ടി അപ്പുറത്തെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാനെന്ന അമ്മ ഏറ്റെടുക്കുവാൻ തയ്യാറാവണം. കാരണം എന്റെ കുഞ്ഞ് വളരുന്ന പ്രായത്തിൽ അവനോട് പറഞ്ഞു കൊടുക്കുവാൻ ഞാനെന്ന അമ്മയ്ക്കും അവന്റെ അച്ഛനും ആകുന്നില്ല എങ്കിൽ, തിരുത്തിയെടുക്കുവാൻ ആകുന്നില്ല എങ്കിൽ സംശയമില്ല കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റിപ്പോകാം. പഞ്ചായത്ത് അംഗം ലതീഷ് പി ചന്ദ്രൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുലേഖ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ദീപ, പ്രീത, ആശ, ജ്യോതി എന്നീ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകിയത്. 2 ദിവസങ്ങളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ADS സെക്രട്ടറി ഷീല ഷാജി സ്വാഗതവും പ്രസിഡന്റ് സുബിത നസീർ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. വയലാർ കുറവരുകടവിൽ കുടുംബക്ഷേത്രത്തിലെ കലശവാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. കുടുംബാംഗങ്ങളടക്കം 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായിട്ടാണ് ചടങ്ങുകൾ ഒരുക്കിയത്. വയലാറിലെ അതിപുരാതനമായ കുടുംബക്ഷേത്രമാണ് കുറവരുകടവിൽ കുടുംബക്ഷേത്രം. കലശവാർഷിക മഹോത്സവത്തോടൊപ്പം സർപ്പദൈവങ്ങൾക്കും ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ യക്ഷിയമ്മയ്ക്കുമുള്ള കളമെഴുത്തുപാട്ടും നടന്നു. 1-ാം ദിവസമായ മെയ് 8-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇഡ്ഡലി സേവ, കലശാഭിഷേകം, സർപ്പദൈവങ്ങൾക്ക് ഭസ്മക്കളം, താലപ്പൊലി വരവ്, ഭഗവതി സേവ, സർപ്പദൈവങ്ങൾക്ക് പൊടിക്കളം എന്നിവ നടന്നു. 2-ാം ദിവസം സർപ്പദൈവങ്ങൾക്ക് കൂട്ടക്കളം, പന്തീരടി പൂജ, മൃത്യുഞ്ജയ ഹോമം, ഗന്ധർവ സ്വാമിക്കും യക്ഷിയമ്മയ്ക്കും ഭസ്മക്കളം, അരത്തക്കളം, താലപ്പൊലി തുടങ്ങിയവ നടന്നു. 3-ാം ദിവസം പുലർച്ചെ ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ യക്ഷിയമ്മയ്ക്കും കൂട്ടക്കളം. രോഹിണി മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് സർപ്പദൈവങ്ങൾക്ക് തളിച്ചുകൊടുക്കൽ ചടങ്ങ് നടന്നു. വൈകിട്ട് ഭഗവതി സേവ, താലപ്പൊലി എന്നിവയോടെ സമാപിച്ചു. കളിച്ചാവാതിരുവരുമായി കരത്തിനാലെ വാഴടോ മുടവച്ചു ശിരസറോ മോത്തി കുടിച്ചു അവൾ തോരാ അങ്ങനെ വിളിച്ചു വരയുധോ കളിച്ചാവാതിരുവരുമായി കരത്തിനാലെ വാഴെടുത്തു മുടിമച്ചു ശിരസറുത്തു മുത്തി കുടിച്ചു കുടുംബക്ഷേത്രം അതിപുരാതനമായ ഒരു കുടുംബക്ഷേത്രമാണ്. ഞങ്ങളുടെയൊക്കെ പിതൃക്കളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്കിപ്പോൾ ഇതിനെ നയിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. 2016-ലാണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം ആണ് ഈ കളങ്ങൾ വീണ്ടും പുനരാരംഭിച്ചത്. അത് പ്രധാനമായിട്ട് സർപ്പങ്ങളുടെ കളം, ഗന്ധർവകളം, പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവിയുടെ കളം കൂടി ഞങ്ങൾ ആരംഭിച്ചു. അത് തൃശ്ശൂർ ശശി പാലക്കലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേവിയുടെ കളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കുറവരുകടവ് കുടുംബക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ കലശവാർഷിക മഹോത്സവത്തോട് ബന്ധപ്പെട്ട് 8, 9, 10 തീയതികളിൽ ക്ഷേത്രം ആചാരപ്രകാരമുള്ള 8-ാം തീയതി സർപ്പക്കളവും, 9-ാം തീയതി ഗന്ധർവങ്ങളവും, 10-ാം തീയതി ദേവിയുടെ രൂപക്കളം. ഇതിന് ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ആചാര്യന്മാരാണ് നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇതുപോലെ ഒരു കളം നമ്മളിതുവരെ കണ്ടിട്ടില്ലെന്നും നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലൊരു കളം ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് എല്ലാ വർഷവും നമ്മൾ പൂർവാധികം ഭക്തിയോടുകൂടി ആണ് നമ്മളിപ്പോൾ ഈ നടത്തുന്നത്. ഈ കളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ സ്വരൂപം എന്ന് വെച്ചാൽ ദേവി വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ആ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട അതേ രൂപക്കളമാണ് വരച്ച് കുടുംബാംഗങ്ങളെയും അതുപോലെ വിശ്വാസികളെയും മനസ്സ് എല്ലാവർക്കും കണ്ട് സംതൃപ്തി അടഞ്ഞ് പോകുന്ന ഒരു വിശേഷമാണ് നമ്മളിവിടെ സംജാതമാക്കിയിരിക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, സെക്രട്ടറി PR സലിമോൻ, ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. മറ്റൊരു വാർത്തയിലേക്ക്. മുഹമ്മ കാവുങ്കൽ ദേവീക്ഷേത്രം മുൻ പ്രസിഡന്റും അമ്പലപ്പുഴ SNDP യൂണിയൻ കൗൺസിലറുമായിരുന്ന കാവുങ്കൽ മുല്ലശ്ശേരിയിൽ CP രവീന്ദ്രന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി.
കാവുങ്കൽ SNDP ശാഖാ ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം ഭവനത്തിലേക്ക് എത്തിച്ചത്. മന്ത്രി P. പ്രസാദ്, സംഗീത സംവിധായകൻ ആലപ്പി ഇഷികേഷ്, പൊതുപ്രവർത്തകരായ KV മേഘനാഥൻ, R. ശശിധരൻ, കാവുങ്കൽ ദേവസ്വം ഭാരവാഹികളായ VC വിശ്വമോഹൻ, CP ശിവപ്രസാദ്, KP ഉണ്ണികൃഷ്ണൻ, KS രാജേഷ് എന്നിവരുൾപ്പെടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച വീടിൻ്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടെ കാൽ വഴുതി വീണുണ്ടായ അപകടത്തിലാണ് രവീന്ദ്രൻ മരിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മാതൃസ്നേഹത്തിൻ്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി. നിത്യമായ സത്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് മാതൃത്വം. ഒരു ദിനം കൊണ്ടല്ല, ഒരു യുഗം കൊണ്ടുപോലും നിർവചിക്കാനാവാത്ത പൊക്കിൾക്കൊടി ബന്ധം. ഭൂമിയിലെ മാലാഖമാർക്ക് ആശംസകൾ. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു. കയർ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും ആഞ്ചലോസ്. വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാസുഹൃതഹവന യജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഹരിദ്വാറിലെ സ്വാമി കൈലാസാനന്ദ ഗിരിയുടെ നേതൃത്വത്തിലാണ് 4 നാൾ നീണ്ട മഹാസുഹൃതഹവന യജ്ഞം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിൽ H1N1 പനി പടരുന്നതായി റിപ്പോർട്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ 10ഓളം പേർക്ക് പനി ബാധിച്ചു. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.